എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുടു ഒന്ന് സൗണ്ട് കുറച്ച് വയ്ക്കോ. അതെ കുടൂസേ, സൗണ്ട് കുറച്ചില്ലെങ്കിൽ ഞാൻ ഫോൺ മേടിക്കും. സൗണ്ട് കുറയ്ക്കോ? ആ ഓക്കെ. അപ്പോൾ ഫ്ലോ അങ്ങോട്ട് പോയി. ഓക്കെ, അതായത് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാറുണ്ട്. അപ്പോൾ പലവരും പല 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 ടിപ്സ് പറഞ്ഞു തരാറുണ്ട്. അതാ ന്യൂസ് പേപ്പർ കയറ്റി വെച്ചാൽ മതി, നാരങ്ങ മണത്താൽ മതി, ഓറഞ്ച് തണുത്താൽ മതി, മണത്താൽ മതി, എന്തൊക്കെ ഞാൻ പറയണേ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എനിക്ക് 3 മക്കളാണ്. അപ്പോൾ ഒരു കുട്ടി തന്നെ വണ്ടി കയറി ഛർദ്ദിക്കുമ്പോൾ അത് മാനേജ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് മാനേജ് ചെയ്യുന്നതല്ല പ്രശ്നം, കാരണം അടുത്തിരിക്കണവർ നെറ്റി ഉടുക്കലും അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ കാണിക്കും കേട്ടോ. പക്ഷേ എൻ്റെ 3 മക്കളും ഛർദിയോട് ഛർദിയാണ്. ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളിക കൊടുത്താൽ പോലും അവർ ഛർദ്ദിക്കും. അപ്പോൾ ഇത് എങ്ങനെ നിർത്തണ്ടേന്നൊന്നും എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരാൻ വേണ്ടി ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഇവർ ഛർദ്ദിക്കും. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ ഞാനും കുഞ്ഞിലെ ഛർദ്ദിക്കുമായിരുന്നു വണ്ടി പോകുമ്പോൾ. അപ്പോൾ ഈ നമ്മുടെ 50 പൈസ കിറ്റില്ലേ, പോളിറ്റീൻ കവർ, അതാണ് കൊടുക്കണം ഛർദ്ദിക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ അടുത്തിരിക്കുന്നവർക്കായാലും നമുക്കായാലും ഭയങ്കര ഇത് പൊട്ടിപ്പോകുന്ന ടെൻഷൻ നമുക്ക്. അടുത്തിരിക്കുന്നവർക്ക് കാണുമ്പോൾ ഒരു അറപ്പും ഇതൊക്കെ സ്വാഭാവികമാണ്, അത് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന കവറില്ലേ, തുണിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവർ, അത് ഇപ്പോൾ നല്ല കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഈ നമ്മുടെ ഏതെങ്കിലും പഴയ തുണി ഇട്ട് വെക്കും. എന്നിട്ട് അതിൽ വൊമിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതെത്രയാ, അത് എ അല്ലേ? ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്കായാലും അടുത്തിരിക്കുന്നവർക്കായാലും ഇതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നത്തില്ല. കാരണം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങണ വരെ ഇത് പിടിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നമുക്കായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായാലും കുട്ടികൾക്കും തോന്നത്തില്ല. എനിക്ക് തോന്നിയൊരു ടിപ്പ് പറഞ്ഞു തന്നതാണ്. ആർക്കെങ്കിലും എന്തായാലും ഉപകാരപ്പെടും. വാള് വെക്കുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് കൃഷ്ണ. എനിക്ക് നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് 740 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതായിരുന്നു. പക്ഷേ അതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ആ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുതിയത് സ്റ്റാർട്ട് ചെയ്തു. ഇതെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ചും എൻ്റെ ഫാമിലിനെ കുറിച്ചൊക്കെ വഴിയെ പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.